അപ്പോൾ നമ്മളൊന്ന് ആട്ടിൻ്റെ ഒരു പരിപാടിയാണ്. ഫുൾ ആട് വെച്ചൊരു കറി ഉണ്ടാക്കാനുള്ള സംഗതിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വെള്ളം കൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം, വൃത്തിയാക്കി എടുക്കണം. ഇത് രോമൊക്കെ ഉണ്ട്, ഇതിൽ കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിക്കും വൃത്തിയാക്കി എടുക്കണം. രോമൊന്നും അകത്ത് പോകാൻ പാടില്ല. നമ്മൾ ശരിക്കും ഫുള്ളായി കറി വയ്ക്കാൻ പാടില്ല. ഇതിൽ രോമം ശരിക്കും പോകണമെങ്കിൽ ഈ മുകളിലത്തെ തൊലി ഒന്ന് അടർത്തിയെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല വൃത്തിയാവും. നമ്മൾ ആടൊക്കെ നല്ലോണം കഴുകിയെടുത്തിട്ട് എങ്കിലും മുകളിൽ കൂടെ ഒന്നുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ശരിക്കും വൃത്തിയായില്ല. മതി ഓക്കെ, റെഡി. നമുക്കിതിൽ ഓരോ വരയൊക്കെ ഇട്ട് കൊടുക്കാം, എന്നാലും ശരിക്കും വേഗമുള്ളത്. ഇനി ഒന്നുകൂടെ കഴുകണം, നമ്മൾ വരയിട്ടിട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കണം. വരയിട്ടതിന് ശേഷം ഒന്ന് കഴുകണം, ശരിക്കും വൃത്തിയാവും. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ഇത് കർപ്പൂരമാണത്. എല്ലാവരും ചോദിക്കുന്നത് എന്താ ഈ വെള്ള സാധനമേ? കർപ്പൂരം ഇട്ടാൽ നമുക്ക് വിറക് പെട്ടെന്ന് പിടിച്ച് കിട്ടും, അതിനാണ് നമ്മൾ കർപ്പൂരം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് പിടിക്കട്ടെ, വിറകൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമുക്ക് ചട്ടി വെച്ച് ആട്ടിനൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചെടുക്കണം. ചട്ടി ഇവിടെ അടുക്കി പിടിച്ചിട്ടുണ്ട്, ആരോ കൊണ്ടുപോയിട്ടേ നമ്മൾ വാടകയ്ക്ക് എടുത്താൽ മതി. നമുക്ക് ആട്ടിന് നമുക്ക് ഇതിലിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചൂടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി എപ്പോഴും ഇറച്ചിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇടണം, എങ്കിൽ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോയി ഒന്ന് റെഡിയാവുള്ളൂ. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇവിടെ കട്ട് ചെയ്തിടാം. അപ്പോൾ ഇറച്ചിക്ക് നല്ലൊരു മണം കിട്ടും. നമുക്ക് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്കായി, നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പൊക്കെ ഒന്നേ യോജിക്കട്ടെ, മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഒന്ന്. നമുക്കിതിനെ അടച്ച് വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളി തിളച്ചോണ്ടിരിക്കുന്നു. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വേണ്ട, നമുക്കൊരു 3/4 വേവായി കിട്ടിയാണ്. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ, അപ്പോൾ കറക്റ്റായി വന്നോളൂ. എടുക്കാം, സംഗതി വെന്തിട്ടുണ്ട്. നമുക്കിത് ഉടഞ്ഞു പോകാൻ പാടില്ലേ. ഉടഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ ചെയ്ത പണിയൊക്കെ വേസ്റ്റല്ലേ. പൊട്ടാൻ പാടില്ല, പൊട്ടിയൊരു ചന്തം പോയില്ലേ. പ്ലേറ്റ് ഉണ്ടാക്കുക. എന്തായാലും അടിപൊളിയായിട്ടല്ലേ സംഭവം. ഇറക്കി വയ്ക്കാം, പതുക്കെ വേണ്ട. വെച്ചാൽ മതി. നമുക്കിന് ചട്ടി വെച്ച് കറി, ഉരുളിയാണത്, ചട്ടിയല്ല, കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചട്ടി ചൂടായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യിലും ഇത് ഉണ്ടാക്കിയെടുക്കാം, നമ്മളത് ഓയിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. നമുക്ക് കുറച്ച് വറമുളക്, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്കായി ഇതിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി കുറച്ച് കൂടുതലാണ്. നന്നായി ഒന്ന് വാട്ടിയെടുക്കാം, നല്ലപോലെ. ഒരല്പം ഉപ്പിട്ട് വാട്ടിയെടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടുന്നതാണ്. നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം കുറച്ച്. നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ട് നമുക്കിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർക്കാം. കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒന്ന് മൂത്ത് വരണം. കുറച്ച് പച്ചമുളക് കൊടുക്കാം.
നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണത്, കുറച്ച് മല്ലിപ്പൊടി, ജീരകപ്പൊടിയാണത്. ജീരകപ്പൊടി ഇട്ടാൽ ശരിക്കും മട്ടന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ, നല്ല മണം ഉണ്ടാവും. കുറച്ച് പെരുംജീരകമാണ്, പൊടിച്ചിട്ട് നന്നായിരിക്കും. നമുക്കൊന്ന് ഇളക്കി ഒഴിക്കാം. നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അടുക്കി പിടിക്കില്ല, തക്കാളി ഇട്ട് കൊടുത്താൽ പിന്നെ അടുക്കി പിടിക്കില്ല. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ലേശം വെള്ളം കൊണ്ടുപോവാ. ഇത് നമ്മൾ മട്ടൻ വേവിച്ച് പോകണം. ഒഴിച്ചോ. മട്ടൻ വേവിച്ചതിന് സത്തൊക്കെ ഇതിലിരിക്കണം. അതാണ് നമ്മൾ ഈ വെള്ളം തന്നെ ഉപയോഗിച്ചത്. ഒഴിച്ചോ അങ്ങനെ വെള്ളം ഒഴിക്കും. നമുക്ക് ഒന്നുകൂടെ മട്ടൻ വേവിച്ചെടുക്കണ്ട, അപ്പോൾ വെള്ളം കുറച്ചിരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ആടിനെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒന്ന് കളിക്കട്ടെ. നമ്മൾ വെള്ളം തിളച്ചിട്ട് നമുക്ക് കറിയിലിടാം. ഇത് തിളച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയാവും. ഒന്നുകൂടെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും സ്റ്റീമിൽ വെന്തോളും. അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇരിക്കാം. നമുക്ക് 2 ചെങ്കൽ കൂടി ഇതിന് മുകളിൽ വയ്ക്കാം. അപ്പം നല്ല നീരായി പോകാതെ നല്ല സ്റ്റീമിൽ വെന്തോളും. തുറന്നൊന്ന് മറിച്ചിടാം. മുറിയാൻ പാടില്ല. മുറിഞ്ഞാൽ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇതാവും. മുറിയാണ്ട് കിട്ടണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക്. റെഡി. ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ സംഗതി കറക്റ്റായി വെന്തോളും. ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നമുക്ക് തുറന്ന് നോക്കാം എന്തായിരുന്നു. നമ്മൾ പതുക്കെ കത്തിച്ചാണ്. നമുക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകപ്പൊടിയാണ് കുറച്ച് ആഡ് ചെയ്ത് നല്ല മണമുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗ്രേവിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്താ മണം സംഗതി. ഇപ്പോഴാണ് ശരിക്കും മട്ടൻ്റെ ഒരു ഫീലെടുക്കണം. നമുക്ക് ഇറക്കി വയ്ക്കാം. നമുക്കിനി കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ നമ്മുടെ കറിൻ്റെ സ്റ്റൈലില്ലേ. മല്ലിയില വെറുതെ ഒരു ചന്തത്തിനിട്ടാണ് മതി. അടിപൊളി. അപ്പോൾ നമ്മുടെ കറി വിളമ്പണം. നമുക്ക് മുറിയാ എത്ര നേരം നമ്മൾ കൊണ്ടുവന്നു, ഇനി മുറിയില്ല. അൽഹംദുലില്ലാ. നല്ല അടിപൊളി കറി കണ്ടതാ. ചന്ത നോക്കല്ലേ. അപ്പോൾ നമ്മൾ ആടൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കഴിക്കില്ല, കാരണം നമ്മുടെ കുട്ടികൾ ഒരുപാട് ആളുകൾ നമ്മൾ സഹായിക്കാൻ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണേ. അപ്പോൾ അവരില്ലാതെ നമ്മുടെ വീഡിയോ വിജയമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി നമുക്ക് അവർക്ക് കൊടുക്കണം. ഇത് എടുക്കണമെന്നുണ്ടോ നല്ലപോലെ വെന്തിട്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ വെന്തേനെ. നമ്മൾ പിച്ച് മുളിക്കും വരുന്നുണ്ട് സംഭവം. തെറിക്കും, അതാണ് വിഷയം. അയ്യോ ഓക്കെ, നമുക്കിതൊരു കാര്യം മതി അല്ലേ, ബാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ സംഗതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഫുഡ് അടി ആദ്യം മാസ്റ്റർ പീസിന് 2 ആളുകളും ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഞങ്ങളും കഴിക്കണ്ട കേട്ടോ. കഴിക്കും രതീഷേ, ഞങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ കഴിക്കാണ്ട് വേറെ ഒരു ഇതില്ല. കഴിച്ചോ സുധാരം കഴിക്കാം. അതൊന്നും കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കറി അടിപൊളി. ആട് ഈ കറി ഗ്രേവി എങ്ങനെ ഗ്രേവി ചോറും കുട്ടി
ചോറും കൂട്ടി കഴിച്ച് നോക്കിയാലേ അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. ഗ്രേവിയാണ് നമ്മുടെ വിജയം. നമ്മുടെ പ്രത്യേക റെസിപ്പി കണ്ടത് നമ്മൾ ഈ ഒരു സംഭവത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേകം തയ്യാറാക്കി 2 ദിവസത്തെ പ്ലാനിങ് ആണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ശരിക്കും. അതിന് ശരിക്കും ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഫിറോസ്ക്ക് അത്രയും എല്ലാ വീഡിയോ നമ്മൾ കാണും, അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കണം. അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ രതീഷ് എങ്ങനെയുണ്ടാ? പൊളി. സംഗതി എന്തായാലും പോടാ, സൂപ്പറായിട്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഏതാണ് ആളുകൾ പറയുന്നത്, നിങ്ങൾ തന്നെ നോക്കണം, നിങ്ങൾ തന്നെ രസം പറയണം. പക്ഷെ ആളുകൾ ഇവർക്ക് ചമ്മനായിട്ടാണ്, നമ്മൾക്ക് അതില്ലല്ലോ. അപ്പൊ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കിയ അടിപൊളി കറിയാണെന്നാണ് മാസ്റ്റർ പീസിന്റെ നമ്മുടെ നിസാർ ബാബു ആദിലൊക്കെ പറഞ്ഞത്. പൊളിയല്ലേ? അടിപൊളിയാണ്. ആ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ തുടർന്നും കിടിലൻ അടിപൊളി വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.